നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് റോഡരികിൽ പാർക്ക് ചെയ്ത ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെ 2:00 സംഭവം. അപകടത്തിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ ഡ്രൈവർ പെരുമ്പിലാവ് ആനക്കല്ല് തേരിൽ 41 വയസ്സുള്ള രാജേഷിനെ നാട്ടുകാർ പരിക്കുകളോടെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും മണ്ണുമായി ചേറ്റുവ NH-ലേക്ക് പോകുകയായിരുന്ന ടിപ്പർ ലോറിയാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ പള്ളിമാഞ്ഞാലിൽ ഹാഷിമിന്റെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. റോഡരികിൽ സ്ഥാപിച്ച ജലനിധിയുടെ കൂറ്റൻ പൈപ്പിന്റെ വാൾവും തകർന്നു. പൈപ്പിൽ തടഞ്ഞ് ലോറി നിന്നതിനാൽ താഴ്ചയിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായി. ഇടിയുടെ ആഘാതത്തിൽ 2 ലോറികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പോലീസ് എത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാതേമ്പാട്ട് പറമ്പിലാണ് ശനിയാഴ്ച രാവിലെ 8 മണിയോടെ തീപിടിച്ചത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിയതോടെ പരിസരത്ത് കറുത്ത പുക വ്യാപിച്ചു. റെയിൽപാളത്തിലേക്കും സമീപത്തെ പാമ്പിൻകാവിലേക്കും പടരുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗുരുവായൂരിൽ നിർത്തിയിട്ട കാറിന്റെ വാതിലിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാവിയുടെ മമ്പറമ്പത്ത് വീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. തൈക്കാട് സെന്ററിൽ വെള്ളിയാഴ്ച രാത്രി 9:00 അപകടം. കാറിന്റെ വാതിൽ തുറന്നയുടനെ ബൈക്ക് വന്നിടിച്ച യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. YWCA വർഷം തോറും സംഘടിപ്പിച്ചു വരാറുള്ള വാർഷിക എക്സിബിഷൻ ആൻഡ് സെയിൽ 2026 കുന്നംകുളം YWCA ഹാളങ്കണത്തിൽ തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശ്രീജിത്ത് ആവൻ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. YWCA പ്രസിഡന്റ് ബൈനി തര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സിബിഷന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, സംഘടനാ സെക്രട്ടറി സുനിത മോഹൻ, ട്രഷറർ ബീത വർഗീസ് എന്നിവർ സംസാരിച്ചു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സിബിഷൻ. കുന്നംകുളം നടക്കുന്ന സെയിൽ 2026 ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സെയിലിൻ്റെ വേദിയിലേക്ക് എല്ലാവരെയും സഹർഷവും സ്വാഗതം ചെയ്യുന്നു. ചരമം. എരുമപ്പെട്ടി തിപ്പല്ലൂർ നെടുനിലത്തിൽ സേവിയർ മകൻ തോമസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. അന്നമ്മ ഭാര്യയും സേവി തോമസ്, പരേതനായ മാത്യു തോമസ്, പരേത ടോസി തോമസ്, ജിൻസ തോമസ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് കുപ്പിക്കുന്ന് റോഡിന് സമീപം താമസിക്കുന്ന പതിയാനവളപ്പിൽ അബൂബക്കർ എന്ന ചെറിയ ഉണ്ണി നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് മഹൽ ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ബീവാത്തു ഭാര്യയാണ്. ഷക്കീർ, സുഹറ, റസിയ, റജീന എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.